ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു മാങ്ങ പച്ചടിയാണ്. ഒരു പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അധികം പുളിയില്ലാത്ത പച്ചമാങ്ങ എടുക്കുന്നതായിരിക്കും ഈ ഒരു പച്ചടിയിലേക്ക് നല്ലത്. ഇതൊന്ന് കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതങ്ങനെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/2 കപ്പ് ചിരവിയ തേങ്ങ, ഒരു പച്ചമുളക്, 2-3 കറിവേപ്പില, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ്സ്, 1/2 ടീസ്പൂൺ കടുക് ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം, അരച്ച് ചേർക്കാം. 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. പച്ചമാങ്ങ ഒന്ന് വേവിക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമാങ്ങയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല. അതുപോലെ നമ്മളിത് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്നങ്ങ് ചൂടായി വന്നാൽ മതി. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം. ആ ഒരു പച്ചമാങ്ങ നല്ലതുപോലെ വെന്ത് പോകണ്ട, ചെറിയൊരു പച്ച ചുവയുള്ളത് നല്ലതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അവസാനം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം, കാരണം ആ ഒരു പുളിയും എല്ലാം കൂടി വരുമ്പോൾ ഉപ്പ് കുറച്ച് ബാലൻസ് ആവാൻ അവസാനം ചേർത്താൽ മതി. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, അതിനുശേഷം ഈ ഒരു അരപ്പ് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത്. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു അരപ്പും മാങ്ങയും തമ്മിൽ മിക്സായി കിട്ടിക്കോളും. ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കണ്ട, അത്യാവശ്യം പുളിയുള്ള തൈര് മാത്രം എടുത്താൽ മതി. കാരണം മാങ്ങയ്ക്ക് പുളി ഉണ്ടാവും, അപ്പോൾ പുളി ആയിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. തൈര് ചേർത്തതിന് ശേഷം തീ ഓൺ ചെയ്യണ്ട. ഈ ഒരു മാങ്ങയുടെയും അരപ്പിൻ്റെയും ആ ഒരു ചൂടിൽ കിടന്നിട്ട് തൈര് ചൂടായിക്കോളും. തൈര് ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് പുളി കുറവാണ്, മധുരമാണ് കൂടുതലെങ്കിൽ കുറച്ച് പുളിയുള്ള തൈര് ഉപയോഗിക്കാം, എന്നാലേ അതും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പുളിയാണ് ഇതിൽ ബാലൻസായി കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് വറുത്തിടാൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആ ഒരു തൈരിൻ്റെയും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആക്കാൻ ആവശ്യത്തിന് ഉപ്പ് ഈ ഒരു സമയത്ത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, കറിവേപ്പില, 2-3 വറ്റൽമുളക് ചേർത്ത് ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഇനി ഇതങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ്. ഒരു മാങ്ങ വെച്ചിട്ട് നമുക്ക് കുറച്ചധികം പച്ചടി തന്നെ റെഡിയാക്കി എടുക്കാം. ഇതെല്ലാം വളരെ കുറച്ചായിട്ടാണ് വിളമ്പുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല രുചിയാണ് ഈ ഒരു പച്ചടി കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിന് കൂടെയും നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ഈ ഒരു പച്ചടി ഉപയോഗിക്കാവുന്നതാണ്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്